അല്ല ചേത്തനാണോ? അപ്പൊ ഞാൻ വിളിച്ച ചേത്തൻ വരൂ? അമ്മ വിളിക്കുന്നു, ഞാൻ പോട്ടെ, പിന്നെ കാണാം. നമസ്കാരം സീതേ, നമ്മളൊക്കെ കണ്ട ഒന്ന് ചിരിച്ചൂടെ? നീ ഇങ്ങോട്ട് വന്നേ. എത്ര കാലം ഈ കൊച്ചിനെ കൊണ്ട് നീ ഒറ്റയ്ക്ക് ജീവിക്കും? ചാത്തൻ പിടിച്ചാണ് നിന്റെ കെട്ടിയവൻ ചത്തതെന്ന് നാട്ടുകാർ പറയുന്നെങ്കിലും എനിക്കതിലൊരു വിശ്വാസമില്ല. എന്നെ ഒരു ചാത്തനും പിടിക്കാനും പോണില്ല. നിനക്ക് വേറെ ഒരു പണിയില്ലേ? ശല്യം. ഞാൻ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. നീ പറയ് സീതേ, ഞാൻ നിന്നെ നോക്കിക്കോളാം. അല്ലടാ കൂട്ടാ, ഒന്ന് പോയി തരൂ. പോയി നിന്റെ ഭാര്യനെ സംരക്ഷിക്കും. അപ്പൊ നീ ഇതെങ്ങോട്ടാ? അല്ല സുമേഷ് ചേട്ടാ, ഇതെന്ത് പറ്റി? ഇന്നലെ പണി കഴിഞ്ഞ് വരുമ്പോഴേ നമ്മടെ പഴയ കാവിന്റെ അവിടെ വെച്ചിട്ട് എനിക്കിട്ടത് ആരോ ചാമ്പ്യടാ. നിങ്ങള് തമ്പരാമ്പരമ്പര എന്ന് പറയുന്നില്ല സുമേഷ് ചേട്ടാ? എനിക്കിട്ട് ഉണ്ടാക്കല്ലേ, പറയാൻ പോയിട്ട് ശ്വാസം കൂടെ പോലും സമയം തരണ്ടേ. പിന്നെ ഒരു ഉപകാരം ചെയ്തുട്ടാ. എന്താണാവോ? ഇടിയും തന്ന് വീടിന്റെ ഉമ്മറത്തിറങ്ങിട്ടാ പോയത്. അതുകൊണ്ട് വീട്ടുകാര് കണ്ടു. അല്ല നീ എങ്ങോട്ടാ? ആ കാവിലാരെ വിളക്ക് തെളിയിച്ചത്. ആ നാട്ടുകാരും കമ്മിറ്റാരും കൂട്ടിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇല്ല സുമേഷ് ചേട്ടൻ വരുന്നില്ലേ? ഞാൻ വരുന്നില്ലടാ. ശരിയപ്പോ. കാവില് വിളക്കാ. എന്തെങ്കിലും ആവട്ടെ. സീതേ, സീതേ, എന്തായി? നീ അറിഞ്ഞില്ലേ? എന്റെ സീതേ, കാവില് വിളക്ക് തെളിഞ്ഞൂന്ന്. എന്റെ ദേവി, നീ ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേര് തനിച്ചുള്ള വീട്ടില്. ഞാൻ പോണു. ഉണ്ണേ, കാവിലാരെ വിളക്ക് തെളിയിച്ചു. സന്ധ്യ നേരത്തൊന്ന് പുറത്തിറങ്ങരുത് കേട്ടോ. ചാത്തനാവൂ അമ്മേ. ഉണ്ടായിരിക്കും. അകത്തേക്ക് വാ.